പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. 30 കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലാത്ത ചില നോൺ നെഗോഷ്യബിൾസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ബോഡിയിൽ വലിയ മാറ്റങ്ങൾ തുടങ്ങുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഡെയിലി നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കണം. മസിൽ ഇസ് മാജിക്. 30 കഴിഞ്ഞാൽ മസിൽ ലോസ് അഥവാ സാർക്കോപ്പീനിയ പതുക്കെ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉറപ്പുവരുത്തുക. വെറും നടത്തം മാത്രം പോരാ, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വെയിറ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ട്രെയിനിങ്ങോ നമ്മുടെ റുട്ടീന്റെ ഭാഗമാക്കണം. ബോൺ ഹെൽത്ത് ഇസ് വെൽ. ഈ സമയം കാൽഷ്യം, വിറ്റാമിൻ ഡി എന്നിവയുടെ അളവ് കുറയാൻ ചാൻസ് കൂടുതലാണ്. ഭാവിയിൽ നടുവേദനയും ജോയിന്റ് പെയിനും ഒഴിവാക്കാൻ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മുടെ മെറ്റബോളിസം കുറയാനും ഹോർമോൺസിൽ ചേഞ്ചസ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ ഷുഗറും ജങ്ക് ഫുഡുകളും കുറച്ച് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏജിങ്ങിന്റെ ഭാഗമായിട്ടുള്ള സ്കിന്നിലുള്ള ചെറിയ ഫീച്ചേഴ്സുകൾ വന്നു തുടങ്ങുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ നമ്മുടെ ശീലമാക്കുക. അടുത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നുമാണ് മെന്റൽ വെൽബീയിങ്. നമ്മുടെ കരിയറും ഫാമിലിയും ഒക്കെ നോക്കുന്ന തിരക്കിനിടയിൽ മീ ടൈം കണ്ടെത്താൻ നമ്മൾ മറക്കരുത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ 30s നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്.